2018 സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായൊരു വിധി വരുന്നു ശബരിമലയെ സംബന്ധിച്ച്. 5 അംഗ ബെഞ്ചാണ് ആ വിധി പ്രഖ്യാപിച്ചത്. അതിൽ ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് എം ഖാലിക്കർ, രോഹിന്തൻ നരിമാൻ, DY ചന്ദ്രചൂഡ്, പിന്നെ അതുപോലെ തന്നെ ഇന്ദു മൽഹോത്ര. അതിൽ ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു വനിത. അവർ അതിനെ ശക്തമായി എതിർത്തു. അവർ പറഞ്ഞു അങ്ങനെ ആചാരത്തിൻ്റെ വിഷയമാണ്, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതേസമയം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ശക്തമായി പറഞ്ഞു ഇത് കൊടുക്കണം, കയറണം സ്ത്രീകളെ, അവിടെ ഏത് പ്രായത്തിലുള്ളവരെ സ്ത്രീകളെ കയറ്റണം. ഈ സമയത്ത് നടന്ന അന്തർനാടകങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലും കേരളത്തിലും നടന്ന അന്തർനാടകങ്ങളാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. അത് ഇത്രയും കാലം പറയാതിരുന്നത്, ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം അയ്യപ്പൻ തന്നെ പറയട്ടെ, ഇത് പറയൂ, പുറത്ത് പറയൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇതിലൊരു ഊഹാഭോഗമില്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതുപോലെ പറയുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് അതിൻ്റെ ഡേറ്റ എന്തെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അറിഞ്ഞ കാര്യം അന്ന് മുതൽ എനിക്കറിയാവുന്നുള്ള എൻ്റെ അറിവിലേക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ശബരിമലയിൽ വനിതകളുടെ കയറ്റണം, സ്ത്രീകളെ കയറ്റണം എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയായിരുന്നു. എന്താണ് ഗൂഢാലോചന പിന്നിൽ ഉണ്ടായിരുന്നത്? ആരാണ്? ഗൂഢാലോചന വളരെ ലളിതമാണ്. ഗൂഢാലോചന ഇത്രയേ ഉള്ളൂ. ശബരിമലയിൽ കാനന ക്ഷേത്രമായതുകൊണ്ട് ശബരിമലയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവുന്നു. എന്താണ് ബിസിനസ് പ്ലാൻ? ഇപ്പോൾ ശബരിമലയിൽ 1.5 കോടി ആളുകളാണ് വരുന്നതെങ്കിൽ, 3-4 സ്റ്റേറ്റിൽ നിന്നൊരു 1.5 കോടി ആളുകളാണ് വരുന്നതെങ്കിൽ അതിനെ 5 കോടിയോ 10 കോടിയോ ആക്കുന്നത് എങ്ങനെ ആക്കാൻ പറ്റും? കാരണം ഇപ്പോൾ പുരുഷന്മാരും 10 വയസ്സിന് താഴെ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് വരുന്നതെങ്കിൽ മെൻസസ് പ്രശ്നം ഉള്ള പ്രായം വരുന്ന 10-9 വയസ്സിനിടയ്ക്കുള്ള മെൻസസ് പ്രായമുള്ള സമയത്തും സ്ത്രീകൾക്ക് വരാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, അങ്ങനെ വനിതകൾക്ക് വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഗുരുവായൂരും മറ്റ് ക്ഷേത്രങ്ങളിലും തിരുപ്പതിയിലും ഒക്കെ പോകുന്നത് പോലെ കുടുംബമായിട്ടായിരിക്കും അവിടെ വരിക. അപ്പം പിന്നെ എല്ലാവരും കുടുംബമായിട്ട് ശബരിമല പോകും. പിന്നെ ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും അപ്പം എല്ലാവരും കൂടെ പോകും. കാരണം അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആകും. അതിലൊരു വേറൊരു തീർത്ഥാടന കേന്ദ്രമോ ഒരു ടൂറിസം കേന്ദ്രം പോലെ ആകും. അങ്ങനെ ശബരിമലയെ ഒരു ടൂറിസം സെൻ്റർ ആക്കുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് വരുത്തുക, ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട, ശബരിമലയ്ക്ക് താഴെ ആറന്മുളയിലോ എരുമേലിയിലോ വിമാനത്താവളം പണിയുക. 2. മൂന്നാമത്തെ അജണ്ട, ശബരിമലയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ എന്നൊക്കെ പറഞ്ഞ് ആദ്യം തുടങ്ങുക. തിരക്ക് കൂടുമ്പോൾ വർഷം മുഴുവൻ ഇതാക്കുക. ശബരിമലയിലെ തീർത്ഥാടനം വർഷത്തിൽ മുഴുവനാക്കുക. ഒരു സാമൂഹിക സമ്മർദ്ദം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെയും എല്ലാവരെയൊക്കെ ഒന്ന് സമ്മർദ്ദപ്പെടുത്തി ഇത് വർഷം മുഴുവനാക്കുക. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 200 ഏക്കർ സ്ഥലം. ഇത് വളരെ രസമാണ്. ഇത് വീതി വന്നപ്പോൾ RSSന്റെ ഭയ്യ ജോഷി എന്ന് പറയുന്ന സർസംഘ് ചാലക് എന്ന് പറയുന്ന ആളാണല്ലോ ഏറ്റവും പ്രധാന, മോഹൻ ഭഗവതാണ്. അത് കഴിഞ്ഞാൽ സർസംഘ് ചാലകായിട്ടുള്ള ഭയ്യ ജോഷിയോട് ഒരു വനിതാ റിപ്പോർട്ടർ പോയി ചോദിക്കുന്നുണ്ട്, അയ്യപ്പ മന്ദിർ കേരള മെയിൻ അയ്യപ്പ മന്ദിറിൽ വനിതകൾക്ക് കയറാം എന്ന് പറഞ്ഞപ്പോൾ ഭയ്യ ജോഷിയുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ ഭയ്യ ജോഷി പറഞ്ഞു അതിനെന്താ, ആർക്കും കയറാമല്ലോ, അത് പ്രശ്നമുള്ളതല്ലല്ലോ ശബരിമല എന്ന് പറഞ്ഞു. ഒരു ക്ഷേത്രമല്ല, അയ്യപ്പ മന്ദിരമല്ലേ, എല്ലാവർക്കും കയറാം. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും ഇവിടെ ഇങ്ങനെ പിന്നെ ഈ ക്ഷേത്രത്തിന് ഇത്രമാത്രം വേറൊരു പ്രത്യേകത ഉണ്ടെന്നും ഒന്നും ഭയ്യ ജോഷിക്ക് അറിയില്ലായിരുന്നു. കോമണായി പറഞ്ഞതാണ്. ഭയ്യ ജോഷി അത് പറഞ്ഞ സമയത്ത് തന്നെ ചാനലുകളിൽ എഴുതി വന്നു, RSSന്റെ മേധാവി പറയുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സ്വാഗതാർഹമായ വിധിയാണെന്ന്. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടത്തെ ചാനലുകാർ രമേശ് ചെന്നിത്തലയെ കാണുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു, RSSകാർ പറഞ്ഞിരിക്കുകയല്ലേ, പിന്നെ അതിനപ്പുറം പിന്നെ നമ്മൾ പറയണ്ടേ എന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല ആവേശത്തോടെ പറഞ്ഞു സ്ത്രീകളെ കയറ്റാം, അത് വലിയ ചരിത്രപരമായ വിധിയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്ത് ആ കാലയളവിൽ ദേവസ്വം മന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണ്, അമേരിക്കയിലാണ്. ഇനിയാണ് അടുത്ത ഫ്ലാഷ് ബാക്ക്. അമേരിക്കയിലെ ഒരു ഹോട്ടലിൽ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടക്കുന്നു. ആ പവർ പോയിന്റ് പ്രസന്റേഷനിൽ പറയുന്നത് ഏതൊക്കെ മുതലാളിമാർ ആരൊക്കെ പങ്കെടുത്തു എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതെനിക്കറിയാം. പക്ഷേ പങ്കെടുത്ത അവിടെ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞു കേട്ടതറിയാം, പല പേരുകളും എനിക്കറിയാം. അപ്പോൾ അവരും അവരുടെ ബിനാമികളും ഒക്കെയാണ് അവിടെ പങ്കെടുത്തത്. അവർ അവിടെ നടന്ന ഒരു ചർച്ചയിൽ രൂപപ്പെട്ടൊരു കാര്യമാണ് ശബരിമലയുടെ ഈ സാധ്യത. അതായത് 200 ഏക്കർ സ്ഥലം. അപ്പോൾ തന്നെ ശബരിമലയിൽ ഈ വിധി വന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പ്രസ് റിലീസ് കൊടുപ്പിച്ചു. വളരെ അടിയന്തരമായി 200 ഏക്കർ സർക്കാർ അനുവദിക്കണം, കേന്ദ്ര സർക്കാർ. ഇവിടെ 30 ഏക്കർ പണ്ട് ഹെലിപ്പാഡിന് അനുവദിക്കാത്തതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് വരാൻ പറ്റാത്ത സ്ഥലമാണ്. അതുപോലെ തന്നെ 10 ഏക്കർ അനുവദിക്കാത്തതുകൊണ്ട് അവിടെ ശൗചാലയം പണിയാൻ പറ്റാത്ത സ്ഥലത്താണ്. 200 ഏക്കർ സ്ഥലം സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടി വേണം. അപ്പോൾ എന്തായിരുന്നു ഒറിജിനൽ പ്ലാൻ? വർഷം മുഴുവൻ സ്ത്രീകളൊക്കെ എല്ലാവരെയും കയറ്റണം, നമ്പർ 1.
നവോത്ഥാനമൊക്കെ ചുമ്മാ തട്ടിപ്പും വെട്ടിപ്പും വനിതാ മതിലും ഒക്കെയാണ്. പാവപ്പെട്ട ഉമ്മമാര് അതിന് നല്ല രസമെന്ന് അറിയാവോ, തട്ടമിട്ട കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ചിട്ടുള്ള ഉമ്മയാണ് ചെന്ന് നിന്ന് നവോത്ഥാനം പറഞ്ഞത്. ഇവിടെ തട്ടമിട്ടിട്ടുണ്ട്, കണ്ണ് മാത്രമേ പുറത്ത് കാണാവൂ. കണ്ണ് അത് ഉള്ളവരാണ് നവോത്ഥാനം പറഞ്ഞ. അത് പോട്ടെ, അത് പിന്നെ സമുദായത്തിന്റെ മതത്തിന്റെ കാര്യം, അതൊക്കെ വേറെ ചർച്ച ചെയ്യാം. കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചെന്ന് നിന്നാണ് അമ്പലത്തിൽ ആളെ കയറ്റണമെന്ന് പറഞ്ഞ് സമരം ചെയ്തത്. എന്താണ് കഥയെന്ന് എനിക്കറിയില്ല. എന്തായാലും വന്ന പ്ലാൻ ഇതാണ്: ശബരിമലയിൽ സ്ത്രീകളെ ആദ്യം കയറ്റണം, തിരക്കാവുമ്പോൾ വർഷം മുഴുവനാക്കണം, അപ്പോൾ അതൊരു ആൾക്കൂട്ടമാക്കണം. രണ്ടാമത് എരുമേലിയിലോ ആറന്മുളയിലോ വിമാനത്താവളം കൊണ്ടുവരണം. മൂന്നാമത്തെ അജണ്ട 200 ഏക്കർ സ്ഥലം വേണം. ആ 200 ഏക്കർ സ്ഥലത്തിൽ PPP മോഡലിൽ ഏതൊക്കെ മുതലാളിമാർക്കാണ് കേരളത്തിൽ അതിന്റെ ഗുണം കിട്ടുമെന്ന് നമുക്കറിയാം. തിരുവനന്തപുരം വിമാനത്താവളം ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്നറിയാം പിണറായി വിജയൻ. കണ്ണൂർ വിമാനത്താവളം ആരൊക്കെയാണ് പാർട്ട്ണർമാരെന്നറിയാം. അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആർക്കൊക്കെയാണ് പൈസ ഉള്ളതെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഏതൊക്കെ മുതലാളിമാരെന്ന് ഞാൻ പറയുന്നില്ല, ഇനി അവരുകൊണ്ട് കേസ് കൊടുത്ത് നമ്മുടെ ചാനൽ പൂട്ടിക്കണ്ട, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഈ മുതലാളിമാരുടെ ഒരു സ്വപ്നമായിരുന്നു പിണറായി വിജയൻ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ 200 ഏക്കർ സ്ഥലം വേണം. ആ സ്ഥലത്ത് PPP മോഡലിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. എത്ര മധുരമനോഹരമായ പരിപാടിയാണെന്നറിയാവോ. അപ്പോൾ പിന്നെ റോപ്പ് വേ, മറ്റെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടുള്ള വലിയ ഒരു ബിസിനസ് പ്ലാൻ ആയിരുന്നു ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ആ ബിസിനസ് പ്ലാൻ വന്നപ്പോൾ തന്നെ അപ്പോൾ പിന്നെ ഇടതുപക്ഷം, പിന്നെ RSS, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സഞ്ജയനെ പോലെയുള്ള വിചാര കേന്ദ്രത്തിലെ സഞ്ജയനെ പോലെയുള്ള ആളുകൾ, സുരേന്ദ്രനെ പോലെയുള്ള BJP നേതാക്കളൊക്കെ ശബരിമലയിൽ ആളെ കയറ്റുന്ന നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒന്നും അറിയാതെ BJP RSS ആദ്യം ഓക്കെ പറഞ്ഞു, കോൺഗ്രസ് ഓക്കെ പറഞ്ഞു, CPM ഓക്കെ പറഞ്ഞു, പിന്നെ CPI പോലുള്ളവർക്ക് ഇതിനകത്ത് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ശബരിമല സ്ത്രീ കയറ്റണം. പക്ഷേ ഇതിൻ്റെ പിന്നുള്ള ആഗോള അജണ്ട, ഇതിൻ്റെ പിന്നുള്ള ബിസിനസ് പ്ലാൻ ആരും മനസ്സിലാക്കിയിരുന്നില്ല. അത് പക്ഷേ അവിടെ സംഭവിച്ചു. അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അറച്ചു നിന്നു. പന്തളം കൊട്ടാരം പോലും ഒന്ന് അറച്ചു നിന്നു ഈ ശബരിമലയിൽ സമരം ചെയ്യാനായിട്ട്. പെട്ടെന്നാണ് ശബരിമലയിൽ കുറേ സ്ത്രീകൾ, അവിടെയുള്ള കുറേ സ്ത്രീകൾ, താഴെ അരിമേലിയിലും പമ്പയിലുള്ള കുറേ സ്ത്രീകൾ സമരമുണ്ടാക്കി, ബഹളമുണ്ടാക്കി. അത് പക്ഷേ കാട്ടുതീ പോലെ കേരളത്തിൽ പടർന്നു. അത് വലിയ രൂപത്തിലായി. NSSും SNDPയും സകല ഹിന്ദു സംഘടനകൾ അത് ഏറ്റെടുത്തു. അത് വളരെ വലിയ ഒരു സമരമായി മാറി. ആ സമരത്തിൻ്റെ പിറകെ ആദ്യം BJP പോയി, അതിൻ്റെ പിറകെ കോൺഗ്രസ് പോയി, പിന്നെ അങ്ങനെ എല്ലാവരും പോയി. അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ശബരിമലയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ബിഗ് പ്ലാൻ ആയിരുന്നു, ഒരു ബിഗ് ബോസ് പ്ലാൻ ആയിരുന്നു. പക്ഷെ ആ പ്ലാൻ പൊളിച്ചു. അന്ന് തുടങ്ങിയതാണ് ശബരിമലയെ ഏതൊക്കെ തരത്തിൽ ബിസിനസ് രൂപത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. 2018 തുടങ്ങി. ആ ബിസിനസ് പൊളിഞ്ഞപ്പോഴാണ് അടുത്ത ബിസിനസ് വന്നത്, സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റുന്ന ബിസിനസ് വന്നത്. ഒന്നുകിൽ ആ ശബരിമലയെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് വേറൊരു ക്ഷേത്രമാക്കി മാറ്റി, കാനന ക്ഷേത്രത്തിൻ്റെ രൂപമൊക്കെ മാറ്റി, ഗുരുവായൂർ മോഡലിലൊക്കെ ഒരു നഗര ക്ഷേത്രമാക്കി മാറ്റി, കോടാനുകോടി രൂപ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ വച്ച് അതിൽ ബിസിനസ് പാർട്ട്ണർമാരായി വിലസാം എന്നാണ് ഇവിടുത്തെ സോക്കാൾഡ് രാഷ്ട്രീയക്കാരും അതിനെ പിൻപറ്റി നിൽക്കുന്ന ബിനാമികളും ചെയ്തത്. കേരളത്തിൽ എന്തുകൊണ്ടോ, ഒരുപക്ഷെ അയ്യപ്പൻ്റെ കാരുണ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീജനങ്ങളുടെ നന്മ കൊണ്ടായിരിക്കാം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ വേറെ എന്നുള്ള വേറെ ചർച്ച ചെയ്യാം. അതിനെനിക്ക് എൻ്റേതായ അഭിപ്രായമുണ്ട്, വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഈ ബിസിനസ് പ്ലാൻ പൊളിഞ്ഞതിൽ വലിയ സന്തോഷം അയ്യപ്പനോട്. ആ കാര്യത്തിൽ അയ്യപ്പൻ വളരെ വലിയ കാര്യമാണ് കേരളത്തിൽ ഇതും ഭക്തജനങ്ങളോടും ചെയ്തത്.